നിരന്തരമായ ബഹളങ്ങൾ, നോട്ടിഫിക്കേഷൻസും സോഷ്യൽ മീഡിയയും ന്യൂസുമെല്ലാം അടങ്ങിയ ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിംഗ് ആയ ലോകത്ത് നമ്മുടെ മനസ്സ് പല ദിശകളിലേക്കും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ലോകത്ത് മൈൻഡ്ഫുൾനെസ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്കില്ലായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലൈഫ് സ്കില്ലായി കണക്കാക്കപ്പെടുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർത്തും ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടും ഈയൊരു നിമിഷത്തെ നഷ്ടപ്പെടുത്തുന്നു. രണ്ട്, നമ്മുടെ മനസ്സിന് ഒരു ബ്രേക്ക് ആവശ്യമാണ്. പല വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഡേറ്റയും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം മൂലം നമ്മുടെ തലച്ചോറ് ഓവർലോഡഡ് ആണ്. മൈൻഡ്ഫുൾനെസ് ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും ഫോക്കസ് വർദ്ധിപ്പിക്കുവാനും കൂടുതൽ വ്യക്തത കിട്ടുവാനുമെല്ലാം ഇത് സഹായിക്കുന്നു. മൂന്ന്, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മൈൻഡ്ഫുൾനെസ് ഒരു മെന്റലായ മാനസികമായ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ നാഡീവ്യൂഹങ്ങളെ റെഗുലേറ്റ് ചെയ്യുവാനും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ഒരു ശാന്തമായ മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ് മൈൻഡ്ഫുൾനെസ്? ഇത് ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായും ആയിരിക്കുന്ന അവസ്ഥയാണ്. ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്നും മാറി ഇൻറ്റൻഷനലായി മനഃപൂർവകമായ ഒരു ലിവിംഗ് ആണ്. അപ്പോൾ മൈൻഡ്ഫുൾ ആകാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഒന്ന്, അത് മെൻ്റൽ ഫെറ്റീഗ്, മാനസികമായ ഒരു ക്ഷീണം അനുഭവപ്പെടുവാനും ബേൺ ഔട്ടിനും കാരണമാകുന്നു. നിരന്തരമായി ആളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകളിൽ മുഴുകുന്നു. ഇത് അവരുടെ ഊർജത്തെ ചോർത്തി കളയുവാനും ഫോക്കസ് കുറയുവാനും കാരണമാകുന്നു. രണ്ട്, ഇത് അവരുടെ ഉത്കണ്ഠയും സ്ട്രെസ്സും വർദ്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾ അല്ലാത്ത വ്യക്തികൾ സാഹചര്യങ്ങളോട് ഉടനടി ഇമ്പൾസീവായി പ്രതികരിക്കുന്നു. ഇത് വൈകാരികമായ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു. മൂന്ന്, ബന്ധങ്ങളെ സാരമായി ബാധിക്കുന്നു. അശ്രദ്ധമായി മറ്റുള്ളവരെ കേൾക്കുന്നതിനും മിസ്കമ്മ്യൂണിക്കേഷനിനും വൈകാരിക അവബോധം കുറയുവാനും ഇത് കാരണമാകുന്നതുകൊണ്ട് ബന്ധങ്ങളിൽ അവ വിള്ളലുണ്ടാക്കുന്നു. നാല്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. മനസ്സ് ശാന്തമല്ലാത്ത അവസ്ഥയിൽ വ്യക്തത നഷ്ടപ്പെടുന്നു. ശരിയായ തീരുമാനമെടുക്കുന്നതിന് ഇത് തടസ്സമാകുന്നു. അഞ്ച്, സന്തോഷവും സർഗാത്മകതയും നഷ്ടപ്പെടുന്നു. ഒരു അർത്ഥവത്തായ അനുഭവമാകുന്നതിനു പകരം ജീവിതം ഒരു ചെക്ക് ലിസ്റ്റ് കണക്കെയാകുന്നു. മനോഹരമായ നിമിഷങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നു. അങ്ങനെയെങ്കിൽ മൈൻഡ്ഫുള്ളായ വ്യക്തിയെ അതെങ്ങനെ സഹായിക്കുന്നു? ഒരു വൈകാരിക സ്റ്റെബിലിറ്റി ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൈവരുന്നു. സാഹചര്യങ്ങളോട് റിയാക്ട് ചെയ്യുന്നതിനു പകരം ഈ വ്യക്തികൾ സ്വന്തം നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇവർ കൂടുതൽ വ്യക്തതയുള്ളവരും കൂടുതൽ ഫോക്കസ്ഡുമാണ്. ഇവർക്ക് മികച്ച രീതിയിലും വേഗത്തിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അർത്ഥവത്തായതും ആഴമേറിയതുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യവും കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ മൈൻഡ്ഫുൾനെസ് സക്സസിലേക്ക് നയിക്കുവാനും സഹായിക്കുന്നുവെന്ന് പറയാം. അത് ഇങ്ങനെയാണ്. സക്സസിനു വേണ്ട ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് കൺസിസ്റ്റൻസി, സ്ഥിരത. കൺസിസ്റ്റൻ്റായ ആക്ഷൻ എടുക്കണമെങ്കിൽ ആവശ്യമായ കാര്യമാണ് ഏകാഗ്രത. ഇതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി വളർത്താൻ സഹായിക്കുന്നു. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് സ്ട്രെസ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു, വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളെ ശാന്തമായി പരിഹരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്വയം അവബോധവും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്ക് ഏറെയാണ്. മറ്റൊന്നാണ് ദീർഘകാലമായുള്ള സമ്മർദ്ദം കാര്യക്ഷമതയെയും സർഗാത്മകതയെയും ബാധിക്കുന്നു. എന്നാൽ മൈൻഡ്ഫുൾ ആകുമ്പോൾ ശരീരത്തിലെ കോർട്ടിസോൾ ലെവൽ കുറയുവാനും പ്രഷർ ഉള്ളപ്പോഴും ശാന്തത നിലനിർത്തുവാനും അത് കാരണമാകുന്നു. ഇത് മികച്ച തീരുമാനങ്ങളിലേക്കും സ്വന്തം ഊർജം ചോർന്നു പോകാതിരിക്കാനും സഹായിക്കുന്നു. മറ്റൊന്ന്, മൈൻഡ്ഫുള്ളായ വ്യക്തികൾ തങ്ങളുടെ ലക്ഷ്യങ്ങളോട് സംയോജിച്ചു പോകുന്ന തീരുമാനങ്ങളാണ് എടുക്കുന്നത്. വെറുതെ അന്ധമായി
തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം സ്മാർട്ടറായ, തങ്ങളുടെ മൂല്യങ്ങൾക്ക് യോജിച്ച തീരുമാനങ്ങൾ അവരെടുക്കുന്നു. കൂടെ പെട്ടെന്നുള്ള പ്രശ്നപരിഹാരവും സർഗാത്മകതയും അവർ കൈവരിക്കുന്നു. സക്സസ് ഒരിക്കലും ഒറ്റയ്ക്ക് സംഭവിക്കുന്നതല്ല. ആളുകളുമായുള്ള കണക്ഷൻസ്, ക്ലയൻസും കൊളീഗ്സും ഫാമിലിയായും എല്ലാം ബന്ധം കൂടുതൽ ശക്തമാകുന്നു. മൈൻഡ്ഫുൾനെസ് വളർത്തിയെടുക്കാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സിമ്പിളായി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നോക്കാം. 1. മൈൻഡ്ഫുൾ ബ്രീതിങ്ങിൽ ഏർപ്പെടാം. ദിവസവും പലതവണ ചെയ്യുന്ന കാര്യം ഒന്ന് പോസ് ചെയ്ത് 2 മിനിറ്റോളം എടുത്ത് ആഴത്തിൽ കുറച്ചു തവണ ശ്വാസമെടുക്കാം. ശരീരത്തിൻ്റെ അകത്തേക്ക് ശ്വാസം പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചുകൊണ്ട്. 2. മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ആഹാരം കഴിക്കുമ്പോൾ ഫോണോ ടിവിയോ മറ്റു പല കാര്യങ്ങളും കൂടെ ചെയ്യാതെ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിക്കാം. അതിൻ്റെ നിറം, മണം, രുചി, ടെക്സ്ചർ എന്നിവയെല്ലാം ശ്രദ്ധിക്കാം. ഇത് ആഹാരം ആസ്വദിക്കുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും കൂടി സഹായിക്കുന്നു. 3. മൈൻഡ്ഫുൾ വാക്കിംഗ്. നിങ്ങൾ വീട്ടിലൂടെയോ ഓഫീസിലോ പുറത്തോ എവിടെ നടക്കുകയാണെങ്കിലും എടുക്കുന്ന ചുവടുകളെ ശ്രദ്ധിക്കാം. പാദം നിലത്ത് തൊടുന്നത് അനുഭവിക്കാൻ ശ്രമിക്കാം. ചുറ്റുപാടുകളെയും ചുറ്റുമുള്ള സ്വരങ്ങളെയും ശ്രദ്ധിക്കാം. 4. പൂർണ്ണമായും കേൾക്കുന്നത്. ലിസണിംഗ് ഫുള്ളി. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കാം. ഫോൺ മാറ്റിവെച്ച് അയാളെ നോക്കി മറുപടി പറയേണ്ടത് എന്തെന്ന് ചിന്തിക്കാതെ. ഇത് ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. 5. മൈൻഡ്ഫുൾനെസ് ഡ്യൂറിംഗ് കോഴ്സ്. ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആകാൻ ശ്രമിക്കാം. അത് പാത്രങ്ങൾ കഴുകുന്നതാകട്ടെ, തുണി മടക്കുന്നതാകട്ടെ, പല്ല് തേക്കുന്നതാകട്ടെ, മൈൻഡ്ഫുള്ളായ നിമിഷങ്ങളാക്കി മാറ്റാം. ഇവ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന സെൻസേഷൻസ്, നിങ്ങളുടെ ശരീരചലനങ്ങൾ, ശ്വാസമെടുക്കുന്നത് എല്ലാം ശ്രദ്ധിക്കാം. അവസാനമായി റിഫ്ലക്റ്റ് ബിഫോർ ബെഡ്. സ്വയം ചോദിക്കാം, ഇന്ന് ഞാൻ പൂർണ്ണമായും പ്രസൻ്റായിരുന്ന നിമിഷമേതായിരുന്നു? ഇന്ന് ഏത് കാര്യമാണ് എന്നിൽ നന്ദി ഉളവാക്കുന്നത്? ഇത് സ്വയം അവബോധം വളർത്താനും അടുത്ത ദിവസം കൂടുതൽ മൈൻഡ്ഫുള്ളായി തുടങ്ങുവാനും സഹായിക്കും. മൈൻഡ്ഫുൾനെസ് എന്നത് നിശബ്ദതയിൽ മുഴുവൻ സമയവും ഇരിക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് അത് വ്യക്തതയും സാന്നിധ്യവും പർപ്പസും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഓട്ടോ പൈലറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് പോസ് ചെയ്യാൻ സമയമായി. കാരണം ഈയൊരു നിമിഷം റൈറ്റ് ഹിയർ ആണ് ലൈഫ് യഥാർത്ഥത്തിൽ ഉള്ളത്.